ഹലോ ഗൈസ്, എല്ലാവരും റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് പഴം വെച്ചിട്ട് ഫുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിവിടെ കസ്റ്റാർഡിൻ്റെ ഫൗണ്ടറുണ്ട്, കസ്റ്റാർഡ് ഫൗണ്ടറുണ്ട്, പിന്നെ ലേസം നെയ്യുണ്ട്, ഒരു പാക്കറ്റ് പാലുണ്ട്, പഴം ചെത്തി വെച്ചതുണ്ട്, അപ്പം അങ്ങനെ കഷ്ണം വെച്ചതുണ്ട്, ഒരു പിന്നെ ബിസ്ക്കറ്റും ഉണ്ട്, ബിസ്ക്കറ്റിൻ്റെ കൂടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് സെറ്റാക്കാൻ പോവുകയാണ്. എല്ലാവരും ഇതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് അടിക്കണം, എല്ലാവരും സപ്പോർട്ടും വേണം മക്കളെ. പൊന്നാൽമാണിക്ക കല്യാണം എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാ ഞങ്ങളിതാ പുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ നെയ്യ് അന്ന് ഗ്യാസ് ഓണാക്കുകയാണ്. ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതിലേക്ക് നെയ്യ് കട്ട ഒന്ന് ഉടച്ചിട്ട് ഒരു പൊട്ട് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നാടൻ നെയ്യാണ്. അപ്പോൾ അതിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചട്ടിയിൽ ചൂടായിട്ട് വരട്ടെ. നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഒരു പൊട്ടും കൂടി നെയ്യ് ഇട്ടെടുക്കാൻ പോവുകയാണ്. ഞാൻ നല്ലോണം ചൂടായി എല്ലാവർക്കും ഒന്ന് ഇതായി വരട്ടെ. അതിൽ ഇട്ടെടുക്കാൻ പോകുന്നത് പഴമാണ്. പഴം നുറുക്കിയതാണ് ഇട്ടെടുക്കാൻ പോകുന്നത്. പഴം ഇട്ടെടുക്കുന്നുണ്ട്. പഴം നെയ്യിൽ ഒന്ന് വളയിപ്പിച്ചെടുക്കണം. പഴം നെയ്യിൽ വളയിപ്പിച്ചെടുക്കുകയാണ്. അധികം പണിയൊന്നുമില്ല മക്കളെ ഉണ്ടാക്കാൻ, ചെറിയൊരു പണിയുള്ളൂ. ഉണ്ടാക്കിയിട്ട് നല്ല ഒന്ന് വാടി വരട്ടെ. നല്ല ഒന്ന് വാടി വന്നതിന് ശേഷം വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് പഴം. നല്ല നെയ്യിൻ്റെ മണത്തിൽ ആ പഴം കാണും, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം അതിലേക്ക് പഴം നല്ല ഒന്ന് സെറ്റായി വരട്ടെ. പഴം നല്ലോണം മൂത്ത് വരട്ടെ. ഇതാ കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കാൻ പോവുകയാണ്. ഒരു 1.5 സ്പൂണാണ് ഇടാൻ പോണത്. 1.5 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത്രയും മതി നമ്മളെ ഫുഡിന്. പഴം ഒന്ന് നെയ്യ് ഒന്ന് വരഞ്ഞ് വരണേ. ആ സമയം കൊണ്ട് നമ്മൾ പാല് ഒഴിച്ച് മിക്സാക്കി കൊടുക്കണം. പാല് ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കണം. നല്ല കളയണം, കട്ട ഉടയണം. കട്ട ഉടഞ്ഞാലേ അതിൻ്റെ അല്ലെങ്കിൽ അവിടെ ഒരു കട്ടയിട്ട് പിടിച്ചെടുക്കുള്ളൂ. അപ്പോൾ നല്ലോണം കട്ട ഉടഞ്ഞ് വരട്ടെ. ഞങ്ങളിതൊന്ന് കോരി എടുക്കാൻ പോവുകയാണ്. അല്ലേ എന്താ കോരി എടുക്കാൻ പോവുകയാണ്. ഇത് കോരി എടുക്കുകയാണ്. ഇനി നമ്മൾ അതിൽ തന്നെ പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ പഴം വെച്ചത് ഇവിടെ ലെവലായിട്ടുണ്ട്. ഞാൻ പാല് തിളപ്പിക്കാൻ പോവുകയാണ്. പാലിൻ്റെ അങ്ങനെ ഈ പാലൊരു പാക്കറ്റ് പാലാണ്. അതങ്ങനെ ഒഴിക്കാൻ പോവുകയാണ്. പാലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് കൊടുത്തു. ഞാൻ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ഇതിലാണ് ഞങ്ങൾ പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പാത്രത്തിലാണ് പുഡിങ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തുള്ളി പാലിൻ്റെ അനുസരിച്ച് പാർന്ന് കൊടുക്കും. അപ്പോൾ അത് തിളച്ച് വരുന്ന പത്ത് തുള്ളി പാലിൻ്റെ അനുസരിച്ച് വേണ്ട മതി പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പാരാൻ പോണത് പഞ്ചസാര ഒരു സ്പൂണ്, 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 2.25 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അങ്ങനെ കലക്കണ്ട. ഇത് നല്ലോണം കലക്കി കുറുകി ഒന്ന് വരണം. അപ്പോൾ നമ്മൾ അത് ടേസ്റ്റ് ആവുള്ളൂ. പാലാണ് കുറുകി വരാൻ നോക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇതാ പുഡിങ് കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കലക്കി കൊടുക്കാതെ കട്ട പിടിച്ച് പോകും. അത് നല്ലൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ അപ്പോൾ ഞാൻ കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്.
അവിടെ കൊണ്ടുവരാം. ഏകദേശം കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊന്ന് കുറുകി വന്നാലാണ് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പുഡിങ്ങിനല്ല 6 റൂട്ട് ബിസ്ക്കറ്റാണ്. അത് പുഡിങ്ങിൻ്റെ ഈ പൗഡർ ലെവലായി വന്നിട്ടുണ്ട്. നമ്മളെ ഇനി അതായിരിക്കും ഞാനിതാ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ തട്ടായിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് 6 റൂട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെ അടുക്കി കൊടുക്കണം. ഇതങ്ങനെ അടുക്കി കൊടുത്ത് ഇതിൽ കൂടെ സെറ്റായി വരണം. ഇനി ഇതായിരിക്കും ലേസം കൂടി ലേസം പഴം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിൽ കൂടെ ലേസം കൂടി ബിസ്ക്കറ്റിൻ്റെ മുകളിൽ കൂടെ ലേസം കൂടി പുഡിങ് പാർക്കുന്നുണ്ട്. ഇനി ഒരു ലേസം ബിസ്ക്കറ്റും കൂടി നമ്മൾ അതിൽ കാപ്പിപ്പൊടി ആക്കിയിട്ടുണ്ട്. അതിൽ കൂടെ ലേസം അങ്ങനെ പാർന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ബിസ്ക്കറ്റ് ഉണ്ട്. കൊടുത്തിട്ടുണ്ട്. ലേശം പഴം നുറുക്ക് കൊടുക്കുന്നുണ്ട്, മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മതി നമ്മളെ ഇത് ബിസ്ക്കറ്റിൻ്റെ കൂട്ട്. പഴം കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം കാപ്പിയുടെ അതുകൂടി പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇതാ അതിൻ്റെ മുകളിൽ കൂടെ തുള്ളികൾ നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുഡിങ് ഇവിടെ ലെവലായി വന്നിട്ടുണ്ട്. ലെവലായി വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർത്ത് കൂടെ തോരം എടുത്ത് നമ്മൾ ഐസ്ക്രീമാന്നൊക്കെ പറഞ്ഞത്. പുഡിങ് കൂടെ ലെവലായി. പൊടിച്ചിട്ട് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളത് മൂടി വെക്കുകയാണ്. മൂടി സെറ്റായി വന്നതിന് ശേഷം മൂടി വെക്കുകയാണ്. കൊണ്ട് മൂടി ഇതങ്ങനെ തന്നെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ താഴത്ത് തണുപ്പിക്കാൻ വെക്കണം. നാളെ എടുക്കുള്ളൂ. അപ്പോൾ ഓക്കെ. ഹലോ ഗൈസ്, ഞാൻ ബിസ്ക്കറ്റും കസ്റ്റാർഡ് പൗഡറും വെച്ചിട്ട് പാലും വെച്ചിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടാണ്. ഇത് നല്ല രസത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഇതാണ്. ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെയാണ്. ആ പുഡിങ് നല്ല ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. നല്ല രസത്തിൽ ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റാണ്. എന്താ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്. ആ ഗസ്റ്റിനോട് മാറ്റി കൊടുക്കണം. നേന്ത്രപ്പഴം ബിസ്ക്കറ്റും കസ്റ്റാർഡ് പുഡിങ് അങ്ങനത്തെ ഒരു സംഭവമാണ്. അടിപൊളി സംഭവമാണ്. കഴിച്ചോക്കാൻ രസമാണ്. സൂപ്പർ സാധനം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.